നമ്മൾ പോകുന്നത് കണ്ണൂർ കുപ്പത്തേക്കാണ്. അവിടെ ദേശീയപാതയിൽ വീണ്ടും വിള്ളലുണ്ടായി, തുടർച്ചയായ വിള്ളൽ. അതിന്റെ വാർത്തകളാണ് പുറത്തു വന്നത്, അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ഇപ്പോൾ കുപ്പത്ത് നിന്ന് തുടർച്ചയായി വിള്ളൽ പലയിടങ്ങളിലുണ്ടാകുന്ന ഏറ്റവും ഭീതിതമായ വാർത്ത പുറത്തു വരികയാണ്. വിശദാംശം. അനുജ, ദേശീയപാതയിലെ വിള്ളലല്ല, മണ്ണിടിച്ചിലാണ്. അത് നമ്മളതിന്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. നമ്മളിവിടെ ഉള്ളപ്പോൾ തന്നെയാണ് 2 തവണയായി ഈ കുപ്പത്തെ വലിയ ഭാഗം, അതായത് ദേശീയപാതയോട് ചേർന്ന് കുന്നിടിച്ച ഭാഗം, ആ വലിയ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായത്. 1 മണിക്കൂറിനിടെ തന്നെ 2 തവണ വലിയ 2 ഭാഗങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന വഴിയാണ്, റോഡാണ്. അവിടെയാണ് ഈ അപകട സാധ്യത അല്ലെങ്കിൽ അപകട ഭീഷണിയിൽ ഇപ്പോഴും തുടരുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി നാട്ടുകാരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. രാവിലെ വലിയ പ്രതിഷേധങ്ങൾ, ഇവിടെ ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് തൊട്ട് താഴെ, റോഡിന്റെ മറുവശത്ത് താഴെ ജനവാസ മേഖലയാണ്. അവിടെയുള്ള നിരവധി ജനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഒത്തുചേരുകയും പ്രതിഷേധം അവരറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ജില്ലാ കളക്ടർ ഇതിൽ ഇടപെട്ടു എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. തളിപ്പറമ്പ് RDOയെ ഈ വിഷയത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരിങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങളൊക്കെ അവരെത്തിയില്ലെങ്കിൽ, ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കും. ഇപ്പോൾ തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ പരിഹാരം, ഈ പ്രദേശമടങ്ങുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മളിവിടെ ഉള്ളപ്പോൾ തന്നെ 2 തവണയായി ഈ ദേശീയപാത മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. തൊട്ട് താഴെ 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. അവരും വലിയ ആശങ്കയിലാണ്. ഇത് നേരത്തെ തന്നെ ശ്രദ്ധയിലുണ്ടായിരുന്നു. എന്താണ് ഇത് സംഭവിച്ചത്? ഇന്നലെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന മഴയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ താഴെ ഒരു വീട്ടിലേക്കായിരുന്നു വെള്ളം മുഴുവൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ദേശീയപാതയുടെ പണിയുമായി ബന്ധപ്പെട്ട് വെള്ളം താഴോട്ടൊരു വീട്ടിലേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ മുതൽ അവിടെ ആയിരുന്നു. അപ്പം അവരെ ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റി. അതിനുശേഷം ആ സമയത്ത് തന്നെ നമ്മൾ RDO ജില്ലാ കളക്ടർക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ 4 മണിയോടുകൂടി ഇതിന് ബന്ധപ്പെട്ട NHന്റെ എക്സ്പേർട്ട് വരുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അവരുമായി നേരിട്ട് സാങ്കേതികമായി എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ നമ്മളെ നാട്ടുകാരോടൊപ്പം തന്നെ നമ്മളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രസിഡന്റാണ് സംസാരിച്ചത്. അവർക്കും ലഭിച്ചിട്ടുള്ള അറിയിപ്പ് എന്നുള്ളത് ഈ തളിപ്പറമ്പ് RDO ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ പ്രൊജക്ടിംഗ് മാനേജർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തും, ഇത് കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ്. ഇതിൽ പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്നതാണ്. ഇതിന് താഴെ നമുക്ക് കാണാം, ഈ ഭാഗത്തായി ഇതിന് തൊട്ട് താഴെയാണ്, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്ത് തൊട്ട് താഴെയാണ് കുടുംബങ്ങൾ, അതായത് ജനവാസ മേഖലയാണ്. അവിടെയുള്ള ജനങ്ങളാണ് ഇന്ന് രാവിലെ വലിയ പ്രതിഷേധത്തിലേക്ക് പോയത്, ദേശീയപാത ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് പോയത്. ഇത് വലിയ കുന്നിടിച്ചിട്ടാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. ഇവിടെ നിന്നുള്ള മണ്ണ് ഡംപ് ചെയ്യുന്ന സ്ഥലമാണിത്. ഈ കാണുന്നതൊക്കെ ഇതൊരു നിരപ്പായ പ്രദേശമല്ല. ഇങ്ങനെ മണ്ണ് ഇവിടെ കൊണ്ട് കുന്നുപോലെ കൂട്ടിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഈ ഒറ്റ മഴ പെയ്യുന്ന ഘട്ടത്തിൽ, ഇന്നലെ ശക്തമായ ഒരു മഴ പെയ്തപ്പോൾ തന്നെ വ്യാപകമായി ഈ മണ്ണിടിഞ്ഞ്, ഈ കുന്നിടിഞ്ഞ് താഴേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഈ റോഡിന്റെ മറുവശത്ത് ഇതാണ് സാഹചര്യമെങ്കിൽ, നേരെ തിരിച്ച് നമുക്ക് ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന്റെ മറുവശത്ത് നോക്കിയാൽ കാണാം നിരപ്പായി കുന്നിടിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം പലയിടങ്ങളിലും കുന്നിടിച്ചുകൊണ്ട് തന്നെയാണ്. നമുക്കതൊരു നമ്മുടെ ഒരു ഭൂസ്ഥിതിയുടെ സാഹചര്യമൊക്കെ പരിശോധിച്ച് കുന്നിടിക്കാതെ ഇത്തരം ഇടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ ഇതിന്റെ കൃത്യമായ പാരിസ്ഥിതികമായ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണോ ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ നടന്നിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അത് അങ്ങനെ പരിശോധിക്കണമെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ വ്യാപകമായി ഇത്തരം പ്രദേശങ്ങളിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നു എന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതിന് തൊട്ട് സമീപം മെഡിക്കൽ കോളേജാണ്. 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണിത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു ആശങ്കാജനകമായ സാഹചര്യം ഉണ്ടെങ്കിൽ, നേരത്തെ തന്നെ ഈ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് പരിശോധിച്ചില്ല? ഈ മഴക്കാലത്തേക്ക് ഇത് എന്തിനു വേണ്ടി കാത്തുവെച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നേരത്തെ തന്നെ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു പരിഹാരം നേരത്തെ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുക ഉള്ളതെല്ലാം പ്രായോഗികമല്ല. അതോടൊപ്പം ഇപ്പോൾ നാട്ടുകാർ കൂടുതൽ പേർ 4 മണിയായതോടെ, നേരത്തെ ജില്ലാ കളക്ടർ പറഞ്ഞ സമയമായതോടെ ഇവിടുന്ന് ഈ പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ ഇങ്ങോട്ട് കൂടുതലായി എത്തിച്ചേരുന്നുണ്ട്. അവർ പ്രതിഷേധത്തിലേക്ക് കടക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുള്ള RDO ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അവരുമായി ചർച്ച ചെയ്തില്ലെങ്കിൽ, അവരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക്, രാവിലെ ഉണ്ടായതുപോലുള്ള ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കും. അതെ, കണ്ണൂർ കുപ്പത്ത് നിന്നുള്ള തത്സമയ കാഴ്ചകളാണ്. അവിടെ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്.
കുന്നിടിഞ്ഞു വീണുകൊണ്ടേയിരിക്കുകയാണ്. ഒട്ടേറെ കുടുംബങ്ങൾ അവിടെയുണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന പാത. അതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ് അവിടെയുള്ള ആളുകൾ. ഒരുപക്ഷെ വരും മണിക്കൂറുകളിലും വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് അരുൺ പൂപ്പറമ്പ് നൽകിയ വിവരം.